നിങ്ങളുടെ പേരിൽ ഒരു മാലമോഷണത്തിന് പരാതി കിട്ടിയിട്ടുണ്ട്. ഞാനല്ല സർ, ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പിടിച്ച് വണ്ടി കയറ്റ്. സർ. അയ്യോ ചേച്ചി, അയ്യോ എന്നെ കൊണ്ടുപോകരുത്. ചേച്ചി ചെയ്തിട്ടില്ല സർ, എന്നെ കൊണ്ടുപോകരുത്. വണ്ടി കയറ്. വരാനല്ലേ പറഞ്ഞത്? വരാൻ ചെയ്തിട്ടില്ല. ചേച്ചി സംയുക്തേ, സംയുക്തേ, എന്താ പകൽക്കിനാമ്പ് കാണുക? പ്രായതല്ലേ? വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? എല്ലാരും വന്നിട്ടുണ്ട് ചേച്ചി. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ശരി. എന്താ പറു ചേച്ചി? എന്താന്ന് വെച്ചാ പറഞ്ഞോ. മാലയില്ലേ ചേച്ചി സപ്തതിക്ക് കൊടുത്തത്? അതിനെന്താ? അത് കളഞ്ഞുപോയി. കവർന്നെടുത്തിട്ട് കളഞ്ഞു പോയിന്നോ? കള്ളി. ചേച്ചി എന്തു പറു? ഒന്നുമില്ല. സംയുക്തേ, എന്താ വല്യമ്മേ? നിനക്ക് ഞാൻ തന്ന മാല എന്തേ? ഈ ഡ്രസ്സിന് അത് നന്നായി ചേരും. അത് മനസ്സിലായി. നീ അത് സപ്തതിക്ക് കൊടുത്തു അല്ലേ? എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ? ചെല്ല്. ഭാഗ്യം ചെയ്തവള പാറു നീ. നിന്റെ മക്കള് തമ്മില് എത്ര ഒത്തൊരുമയാ. നിന്റെ കഴുത്തിൽ കിടന്ന എന്റെ മാല എവിടെ? എന്താടി ചോദിച്ചു കേട്ടില്ലേ? സഹോദര സ്നേഹം അതിര് കിടന്നപ്പോ എന്റെ അമ്മ നിനക്ക് സമ്മാനിച്ച എന്റെ മാല എവിടെയെന്ന് ഞാൻ പറയട്ടെ. നീ അത് നിന്റെ ചേച്ചി സപ്തതിക്ക് കൊടുത്തു. അതെ. എന്റെ അമ്മയെക്കാളും വലിയ സഹോദര സ്നേഹി.
എന്നിട്ട് ഞാൻ നോക്കിയിട്ട് അത് നിന്റെ ചേച്ചിയുടെ കഴുത്തിൽ കണ്ടില്ലല്ലോടി. നീയൊക്കെ പറയുന്നത് വെള്ളം ചേർക്കാതെ വിഴുങ്ങാൻ ഞാൻ എന്റെ അമ്മയെ പോലെ വിഡിയല്ല. പറയടി, നീയും നിന്റെ വീട്ടുകാരും കൂടി ആ മാല എന്ത് ചെയ്തു? വിറ്റോ അതോ പണയം വെച്ചോ? ഇനി അതല്ല, അമ്മയും മക്കളും കൂടി അതിവിടുന്ന് കടത്തിക്കൊണ്ടു പോയോ? ഇതുകൂടാതെ വേറെ എന്തൊക്കെ നിങ്ങൾ ഇവിടുന്ന് മോഷ്ടിച്ചു? പറയടി. അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് കാണിക്കല്ലേ? ആ മാല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ. ഞാനത് ഒത്തിരി മോഹിച്ചു വാങ്ങിയതാ. എനിക്കത് തിരികെ കിട്ടണം. തരാം. എങ്ങനെ? നീയും നിന്റെ ബോട്ടുകാരൻ തന്തയും തള്ളയും കൂടെപ്പിറപ്പുകളും ചേർന്ന് ഒരായുഷ്കാലം പണിയെടുത്താലും അതിന്റെ വില സമ്പാദിക്കാൻ പറ്റുവാടി. അവന്തികെ ഒച്ചെടുക്കതടി. നോറ്റിച്ചു കളയും ഞാൻ. കള്ളിന്നുള്ള പേര് വീണ പിന്നെ കല്യാണം പോലും നടക്കില്ല. മൂത്ത് നരച്ച് മൂക്കില് പല്ല് മുളച്ച് ഒടുവില് വല്ല പൊട്ടക്കിണറ്റിലും ചാടി ചാവേണ്ടി വരും. നീ മാത്രമല്ല, നിന്റെ കൂടെപ്പിറപ്പുകളും ആ 3 വിശ്വസുന്ദരിമാരും. എന്റെ മാല എനിക്ക് കിട്ടണം. മുഹൂർത്തത്തിന് മുൻപ്. അല്ലെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അതെ, ആ മാല തൽക്കാലം നീ പുറത്തെടുക്കണ്ട. ശരി. ഞാൻ പറയാം. അതുവരെ തൽക്കാലം അത് ബാഗിൽ തന്നെ ഇരുന്നോട്ടെ. ഇല്ല, ഞാൻ പുറത്തെടുക്കുന്നില്ല. പിന്നെ അത് നമ്മുടെ കയ്യിലുള്ള കാര്യം മറ്റാരോടും പറയണ്ട കേട്ടോ. ഇല്ല, ഞാൻ ആരോടും പറയില്ല. മാല. കൊള്ളാം. ഭേഷ്, ഭലേ ഭേഷ്.
അപ്പൊ ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല. എന്ത്? നീ നല്ല ഒന്നാം തരം കള്ളിയാണെന്ന്. ആ, ഞാൻ കള്ളിയൊന്നുമല്ല. കള്ളി അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ മോഷ്ടിച്ചത്? അത് നിന്റെ ഓരോ മൂവ്മെന്റും ഞാൻ വാച്ച് ചെയ്യായിരുന്നു. കള്ളിയാ, പഠിച്ച കള്ളി. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം പറയേണ്ടവരോട്. അയ്യോ പോലീസിനെ വിളിക്കട്ടെ ഞാൻ? അയ്യോ വേണ്ട. വേണ്ടാന്നോ? അതൊക്കെ കക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഓർക്കണമായിരുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോ മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അന്ന് ആ ആക്സിഡന്റിൽ കൊള്ളക്കാരിയെ പോലെ കണക്ക് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നീ കാശ് വാങ്ങി. ഞാനില്ലാത്ത നേരം നോക്കി എന്റെ റൂമിൽ കയറി. കള്ളിയല്ലാതെ പിന്നെ നീ ആരാടി? വിശുദ്ധ മദർ തെരേസയോ? പറയടി. എന്റെ ഈശ്വര, ഒരു ഈശ്വരനും വരില്ല നിന്നെ രക്ഷിക്കാൻ. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. തൽക്കാലം ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല. അത് നിന്നോടുള്ള കരുണ കൊണ്ടല്ല. എന്റെ സിസ്റ്ററുടെ വിവാഹത്തിനിടയിൽ ഒരു പ്രോബ്ലം വേണ്ടെന്ന് വെച്ചാ. ചെക്കന്റെ ഭാഗത്തു നിന്ന് വന്നവരിൽ അൺഫോർച്ചുനേറ്റ്ലി നിന്നെ പോലുള്ള ക്രിമിനൽസ് ഉണ്ടെന്ന് ഞങ്ങളുടെ റിലേറ്റീവ്സ് അറിയാതിരിക്കാൻ. വക്കടി മാല തിരിച്ച് ബാഗില് വയ്ക്കാൻ. വടി ഞാൻ വരാൻ ഇങ്ങോട്ടും. വിട്. വാ, ഇനി ഇതെടുത്തോടുത്ത് കൊണ്ട് വെക്കണേ വേഗം. പിന്നെ ഇതുമായി ഓടിപ്പോവാന്ന് കരുതണ്ട. എന്റെ കണ്ണുകൾ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. കൊണ്ടുവയ്ക്കേ. നിക്കടി എവിടെ? ആരും കാണാതെ ബാഗ് എടുത്തോണ്ട് പോകാൻ നോക്കുന്നു. കള്ളികൾ വേഷം കെട്ടി ഇറങ്ങിക്കോളൂ. അവളെ പിടി. അവിടെ നിക്കടി കള്ളി. നിക്കടി എവിടെ? അവിടെ നിക്കടി എവിടെ? അയ്യോ കണ്ണ് തെറ്റി അടിച്ചോണ്ട് പോവാനേടി കള്ളി. ഞാൻ കള്ളിയല്ല ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഈ ബാഗ് തിരികെ വെക്കാൻ ഞാൻ വരുമായിരുന്നോ? ദയവ് ഇത് ഒച്ച വെച്ച് അപമാനിക്കരുത്. നിങ്ങളുടെ മാല ബാഗിൽ തന്നെ ഉണ്ട്, നോക്കട്ടെ. ഈശ്വര, ഉണ്ട്. എന്റെ ഒരു മാല കളഞ്ഞുപോയി. ഞാൻ അത് നോക്കി ഇതുവഴി പോയപ്പോ നിങ്ങൾ മാലയെ പറ്റി പറയുന്നത് കേട്ടു. തെറ്റിദ്ധരിച്ച് ഞാൻ ബാഗ് എടുത്ത് നോക്കിപ്പോയതാ. ക്ഷമിക്കണം. പോട്ടടി, കണ്ടറിയില്ലേ അത് കുടുംബത്തിൽ പിറന്ന കുട്ടിയാണെന്ന്. നമ്മളെ മാല തിരിച്ചു കിട്ടിയില്ലേ? ആ ശരി ശരി, പൊയ്ക്കോ. നീ വാ. പൊടി. നിക്കടി. മാല ഇട്ടോടി. ഇല്ല. അവൾക്ക് വല്ല കൂസലുണ്ടോ നോക്കിയേ. മാല ഞാൻ തരാം. മുഹൂർത്താവുന്നു. ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. നിക്കടിയോടെ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. മാല തന്നിട്ട് നീ പോയാ മതി. ഞാൻ തരാം. എനിക്കൊരു ഇത്തിരി സമയം വേണം. ഈ ഒരു ജന്മം മുഴുവനും വേണോ, അതോ ഇനി വരുന്ന 7 ജന്മം കൂടി വേണോ? അല്ല, എത്ര സമയം വേണം? കഴിവതും വേഗം. ഏറ്റവും അടുത്ത്. അതുപോലെ, അല്ലെങ്കിൽ അതുപോലെ അതേ തൂക്കത്തിൽ മറ്റൊന്ന്. മറ്റൊന്നോ? അതെ, നീ തന്നെ ഇട്ടാ മതി. എനിക്ക് എന്റെ മാല തന്നെ വേണം. എന്റെ അമ്മ നിനക്ക് തന്ന മാല നീ മോഷ്ടിച്ചെടുത്ത എന്റെ മാല. എത്രേ? 50 രൂപ. ദാ.
happy married life. നീ എന്താ കരുതിയത്? മുഹൂർത്തത്തിന് മുൻപ് നീ മാല തന്നില്ലെങ്കിൽ ഞാൻ എന്റെ ഏട്ടന്റെ വിവാഹം മുടക്കുന്നോ? അത് കണ്ട് നിനക്ക് ആഹ്ലാദിക്കാന്നോ? ദൈവദോഷം പറയരുത്. ആരോമലേട്ടൻ എന്റെ ഏട്ടനാ. എന്ന് നീ പറയും. പക്ഷേ അതിനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? ഞാൻ ക്ഷമിക്കാം. നീ പറഞ്ഞ കണ്ടീഷനിൽ നിന്നും തരാം. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. നീ എന്റെ കാലില് വീണ് മാപ്പ് പറയണം. ഇപ്പോ ഈ നിമിഷം. മാല മോഷ്ടിച്ചത് നീയാണെന്ന് സമ്മതിക്കണം. പറ്റില്ല. ചെയ്യാത്ത കുറ്റം സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ നീ പറയുന്നത്? അതെ. ഡി, ഇതാരും കാണാൻ പോകുന്നില്ല. ഞാനും നീയും മാത്രം. ഡി, ഇതാരും കാണാൻ പോകുന്നില്ല. ഞാനും നീയും മാത്രം. അടിമയും ഉടമയും മാത്രം. എന്റെ ഒരു സുഖത്തിന്, മനസമാധാനത്തിന്, എന്നും ഓർക്കാൻ, ഓമനിക്കാൻ. നീ എന്റെ കാല് പിടിക്കുന്ന ആ മനോഹര ദൃശ്യം വാടി ഇവിടെ. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. നീ മരിക്കണ്ട. നിന്നെ ഞാൻ കൊന്നോളാം, ഇഞ്ചിഞ്ചായി. ഹലോ, പോലീസ് സ്റ്റേഷൻ.